എടാ ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി എന്നല്ലേ പറഞ്ഞോളൂ, അതിന് കൊന്ന് കൊല വിളിച്ചിട്ടാണോ വരുന്നത്? ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ ആദ്യത്തെ മത്സരത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. എന്തുവാണ് UAE ഒന്നും അല്ലാതാക്കി കളഞ്ഞില്ലേ? ആദ്യം ബാറ്റ് ചെയ്ത UAE 57 റൺസിന് ഓൾ ഔട്ടായി. ഓക്കെ, എന്നാലൊരു പവർ പ്ലേ എങ്കിലും കഴിയുന്നവരൊരു ഒരു സമാധാനം വേണ്ടേ? വെറും 27 ബോളിൽ കളി തീർത്ത് കളഞ്ഞു. ഇന്ത്യ എത്രമാത്രം ശക്തമായ ടീമാണ് എന്ന് നമ്മൾ ഈ ഒരൊറ്റ മത്സരത്തിലൂടെ മനസ്സിലാക്കാം. UAE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് തീരെ ചെറുതായി കാണേണ്ട ടീമൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ടീമാണ്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ UAE മത്സരത്തിൽ അവർ നല്ല രീതിയിൽ പെർഫോം ഒക്കെ ചെയ്തതാണ്. ഇതേ ഗ്രൗണ്ടിലൊക്കെ നല്ല രീതിയിൽ കളിച്ചാണ്. പക്ഷേ ഇന്നലെ എന്താ നമ്മൾ കണ്ടത്? ഇനി ഇന്ത്യൻ ടീമിലേക്ക് വരികയാണെങ്കിൽ എല്ലാവരും മലയാളികൾ ഒന്നാകെ ആശങ്കയോടെ കണ്ടിരുന്നതാണ് സഞ്ജു സാംസൺ ടീമിൽ ഉണ്ടാവുമ്പോൾ. യെസ്, സഞ്ജു സാംസൺ ടീമിലുണ്ട്. പക്ഷേ റോളിൽ ചെറിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഓപ്പണിംഗ് റോളിലേക്കല്ല, 5ാമതാണ് സഞ്ജു സാംസനെ ഇന്ത്യൻ ടീം കാണുന്നത്. അതായത് ഒരു ഫിനിഷർ എന്ന ലെവലിലും അല്ല, ഫിനിഷറായിട്ട് പിന്നെയും അക്സർ പട്ടേലും ഹാർദിക് പാണ്ഡ്യയും ശിവം ദുബെയൊക്കെ. ഇത് ഒരു പ്രോപ്പർ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനായിട്ടാണ് കാണുന്നത്. ഓക്കെ, നമ്മൾ സംതൃപ്തരാണ്. KCL ഓപ്പണറായിട്ട് മിനിമം ഫോമിൽ കളിച്ചിട്ടൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും അപ്പോൾ ഓപ്പണിംഗ് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. ശുഭ്മാൻ ഗില്ലിനെ അടുത്ത ക്യാപ്റ്റൻ എന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നത് കൊണ്ടും അദ്ദേഹത്തിന് ഒഴിവാക്കാൻ ഒരു മാർഗവും മാനേജ്മെൻറ്റിന് ഇല്ലാത്തതുകൊണ്ട് സഞ്ജു സാംസനെ 5ാമത് കളിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, ശരി, ഞങ്ങൾ സംതൃപ്തരാണ്. പക്ഷേ സഞ്ജു സാംസന്റെ കാര്യം പറയുകയാണെങ്കിൽ ബാറ്റിങ്ങിൽ അവസരം കിട്ടിയില്ലെങ്കിലും കീപ്പിങ്ങിൽ മിന്നും പ്രകടനമായിരുന്നു. പറക്കുമായിരുന്നു. ഒരു ക്യാച്ചിലും കണ്ടല്ലോ, ഫുൾ ഡൈവിലാണ് അവർ എടുത്തത്. മറ്റൊരു ക്യാച്ച് എടുത്തു. അതുകൂടാതെ ഒരു മികച്ച രീതിയിൽ റണ്ണൗട്ട് ചെയ്തു. അത് പിന്നീട് ഇന്ത്യ ആ തീരുമാനം പിൻവലിച്ചെങ്കിലും അങ്ങനെ സ്റ്റമ്പിന് പിറകിൽ മിന്നും പ്രകടനമാണ്. അതായത് രണ്ടാമതൊരു ഓപ്ഷൻ്റെ കാര്യം ചിന്തിക്കേ വേണ്ടാന്ന രീതിയിലാണ് സഞ്ജു സാംസൺ പ്രകടനം കാഴ്ചവെച്ചത്. അത് വരും മത്സരങ്ങളിൽ അത് ഇന്ത്യൻ ടീമിനും സഞ്ജുവിനൊക്കെ വലിയ ഒരു ഉന്മേഷം പകരുന്ന കാഴ്ച തന്നെയാണ്. ഇനി ഇന്ത്യൻ ടീമിൻ്റെ ഒരു ഘടന നോക്കുകയാണെങ്കിൽ അപ്രതീക്ഷിതമായി ടീമിൽ കയറി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ശിവം ദുബെയാണ്. ശിവം ദുബെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതായത് ഇന്ത്യൻ ടീമിൽ ബാറ്റിങ്ങിൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടി ഇങ്ങനെ ഓൾറൗണ്ടർമാരെ കുത്തി നിറയ്ക്കുന്നതാണ്. പേഴ്സണലി എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കാരണം T20 ഏറ്റവും മികച്ച ബോളർമാരിൽ ഒരാളായ ഹർഷദീപിനെ പുറത്തിരുത്തിക്കൊണ്ടാണ് ഇവർ ഈ സാഹസത്തിന് മുതിർന്നത്. ശിവം ദുബെ ഇന്നലെ 3 വിക്കറ്റൊക്കെ നേടി. ഒന്നും നമ്മൾ അതിനകത്തൊന്നും കുറ്റം പറയാനൊന്നുമില്ല. അദ്ദേഹത്തിന് കിട്ടിയ അവസരമൊക്കെ മുതലാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എപ്പോഴും നമ്മൾ കളിക്കുന്ന UAE അടുത്ത കളി പാകിസ്ഥാനോടാണ്. അതുകൊണ്ട് ഇതേ ടീമിന് അടുത്ത കളി നിലനിർത്തണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. തീർച്ചയായും ശിവം ദുബെക്ക് പകരം ഹർഷദീപ് വരണം. കാരണം ആവശ്യത്തിലധികം ബോളിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ സ്പിന്നർമാരാണെങ്കിൽ കുൽദീപ് യാദവ് മാജീഷ്യൻ അല്ല, 4 വിക്കറ്റാണ് ഇന്നലെ അടിച്ചെടുത്തത്. ഈ സഞ്ജു സാംസന്റെ കാര്യം പറഞ്ഞ പോലത്തെ ഒരാളാണ്. എപ്പോഴും മാറ്റി നിർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. എല്ലാ സ്കോഡിലും കൊണ്ടുപോകും ചെയ്യും. ടെസ്റ്റ് ടീമിലുണ്ട്, ODI ടീമിലുണ്ട്, T20 ഉണ്ട്. പക്ഷേ കളിക്കാൻ ഇറക്കത്തില്ല. ഇംഗ്ലണ്ടിൽ നടന്നത് ഒരു കളി പോലും കിട്ടിയില്ല. അങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയാണ് കുൽദീപ് യാദവ്. എന്നാൽ എന്നൊക്കെ ബോൾ അദ്ദേഹത്തിൻ്റെ കൈ കിട്ടുന്നു അന്നല്ല അദ്ദേഹം ബോൾ കൊണ്ടുള്ള മാജിക് കാണിക്കുകയും ചെയ്തു. ഇന്നലെ അയാളെടുത്ത വിക്കറ്റുകളൊക്കെ നിങ്ങൾ നോക്കി ബാറ്റ്സ്മാൻ ഒന്നും ചെയ്യാൻ കഴിയാത്ത അൺപ്ലേയബിൾ ഡെലിവറിയിലൂടെയാണ് വിക്കറ്റ്സ് എടുത്തിരിക്കുന്നത്. അപ്പം സ്പിന്നിങ് ഓപ്ഷൻ ആണെങ്കിൽ ഈ പറയുന്ന കുൽദീപ് യാദവുണ്ട്, വരുൺ ചക്രവർത്തിയുണ്ട്, കിടിലൻ ബൗളറാണ്, അക്സർ പട്ടേലുണ്ട്. പോരെ. ഇനി ഫാസ്റ്റ് ബോളിംഗ് ഓപ്ഷൻ ആണെങ്കിൽ ബുംറയുണ്ട്, ഹാർദിക് പാണ്ഡ്യ അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്യും. പിന്നെ അവിടെ ഇനിയും ഒരു ഓൾറൗണ്ടർ എന്ന് പറഞ്ഞിട്ട് ശിവം ദുബെൻ്റെ ആവശ്യമില്ല. ഹർഷദീപിനെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബോളിംഗ് സ്ട്രോങ് ആവും, പേസ് ബോളിംഗും കൂടി സ്ട്രോങ് ആക്കാവുന്നതാണ്. ബാറ്റിംഗ് ആണെങ്കിൽ വരെ ഇന്നലെയൊക്കെ 8ാമത് ഇറങ്ങുന്ന ആൾ അക്സർ പട്ടേലാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യ അടുത്ത കളി ഒന്ന് ചെറിയൊരു മാറ്റം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നല്ലൊരു തുടക്കം, അതായത് മറ്റ് ടീമുകളെ വിറപ്പിക്കുന്ന, മറ്റ് ടീമുകളോട് ഒരു ദയവും ഇല്ലാത്ത ഒരു തുടക്കം. വേണമെങ്കിൽ ഇന്ത്യക്ക് ഇന്നലെ ടോസ് ജയിച്ച സ്ഥിതിക്ക് ഫസ്റ്റ് ബാറ്റിംഗ് ഒക്കെ എടുത്തിട്ട് ഒരു ബാറ്റിംഗ് പ്രാക്ടീസ് നടത്തായിരുന്നു. അതിനൊന്നും നിന്നില്ല. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുക, എതിരാളിയെ നിഷ്പ്രഭമാക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് UAE ഫസ്റ്റ് ബാറ്റിംഗിന് വിടുന്നത്. വിചാരിച്ച പോലെ തന്നെ ചെറിയ സ്കോറിൽ, അത് ചെറിയ സ്കോർ എന്ന് പറയുമ്പോൾ UAE ആദ്യത്തെ 2 പേർ മാത്രമേ 2 അക്ക സംഖ്യ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും സിംഗിൾ ഡിജിറ്റാണ്. അതുതന്നെ 42 എന്ന നിലയിലായിരുന്നു ഒരു സമയത്തെ സ്കോർ. പിന്നീട് 9 റൺ എടുത്തപ്പോഴത്തേക്ക് അവരുടെ 8 വിക്കറ്റ് പോയി. സ്പിന്നർമാർ വന്നപ്പോഴത്തേക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ആ ഒരു ഇൻറ്റൻറ്റ് നമ്മളെപ്പോഴും പറയുന്നതാണ്, ഇന്ത്യൻ ടീമിൻ്റെ 3 ഫോർമാറ്റിൽ ഏറ്റവും ശക്തമായ ടീം, എതിരാളികൾ ശരിക്കും ഭയക്കുന്ന ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T20 ആണ്. ഇതിപ്പം ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അതായത് ഇപ്പം യശസ്വി ജയ്സ്വാൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശക്തമായ ടീമാണ്. ശുഭ്മാൻ ഗിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശക്തമായ ടീമാണ്. സഞ്ജു സാംസൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശക്തമായ ടീമാണ്. ജസ്പ്രീത് ബുംറ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശക്തമായ ടീമാണ്. കാരണം ഇവരെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ അതിശക്തന്മാർ ബെഞ്ചിലിരിക്കുക. ഏഷ്യ കപ്പിലെ മറ്റ് ടീമുകൾ ഒന്ന് വരച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ റൺ റേറ്റ് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. 10.4 ഇന്ത്യയുടെ റൺ റേറ്റ്. എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്ര വലിയ റൺ റേറ്റൊക്കെ? അത് കാണിക്കുന്നത് ഇന്ത്യയുടെ ഈ കളിയിലെ ഒരു ഡോമിനൻസ് ആണ്.